ഹായ് അസ്സലാമലൈക്കും. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണേ. അപ്പോൾ കുറേ ദിവസമായി നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട് കുറേ ദിവസമായി ഓരോരോ തിരക്കായിരുന്നു. പിന്നെ നോമ്പിനൊന്നും കുറേ ഒന്നും വീഡിയോസ് ഇടാൻ പറ്റിയില്ല, തിരക്കായിരുന്നു. പിന്നെ എനിക്ക് പനി, കുട്ടിക്ക് പനി, അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ വീട്ടിലാണിട്ടുള്ളത്. ഒന്നാം പെരുന്നാൾക്ക് വന്നതാണ്, പോയിട്ടില്ല. ഇന്നിപ്പോൾ തിരൂരൊക്കെ പോയിട്ട് വീട്ടിലൊക്കെ പോയിട്ട് വന്നതാണ് ഇപ്പം ഇന്ന്. അപ്പോൾ ഇവിടെ ചാമ്പൊക്കെ ഉണ്ട് കേട്ടോ, ചാമ്പൊക്കെ പൊട്ടിക്കണം കേട്ടോ എല്ലാവരും. നല്ല പഴുത്തിട്ടുണ്ട്. ജ്യൂസ് ഇവിടെ ഉണ്ട്. മോനിസ് എന്താ പണി? എന്താ കാട്ടില് ചെയ്യുന്ന പണി? പൂത്തിരത്തിക്ക. പിന്നെ അപ്പോൾ ഇതൊക്കെ ഉണ്ട് ഞങ്ങൾ വിശേഷങ്ങൾ. അപ്പോൾ ഞങ്ങൾ വീഡിയോസ് കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവരും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഇവിടെ അപ്പോൾ ഇമ്മി റംസുമോനും കൂടെ ഇട്ടെ പറക്കണത്. തലക്ക് വെക്കാൻ കേട്ടോ, നല്ല വേദന ഉണ്ടാവും. അപ്പൊ നല്ല പഴുത്തിക്കുന്ന ചാമ്പക്ക. നല്ല ഭംഗി കിട്ടാ, ചുവന്ന കളറിൽ നിൽക്കാൻ വേണ്ടിട്ട് നിറയെ ഇവിടെ പൊട്ടിക്കുന്നുണ്ട്. എന്റെ മോന് പെറക്കി പെറക്കി കൊയങ്ങിക്കിട്. ഉപ്പിലിട്ട് നല്ല രസം ഉണ്ടാവേ. ഉപ്പിലിട്ട് ഞങ്ങൾ തിന്നൂലേ? താത്താന്റെ വീടിന്റെ പരിസരങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇത് 6 സെന്റ് സ്ഥലത്താണ് വീട്. മുളക്, ചീരമുളക്, ഇവിടെ ഒക്കെ നല്ല മുളക് തയ്യാളൊക്കെ ഉണ്ടായി ചേട്ടാ. ആദ്യം ഇപ്പൊ കൊല്ലം പൊയ്ക്കണ്. ഇമ്മ ഇതന്നെയല്ലോ തൈ. ഇമ്മ തയ്യാളൊക്കെ അവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് ചക്കര കേങ്ങിന്റെ വള്ളിയല്ലേ? ചക്കര കേങ്ങിന്റെ വള്ളിയാണ് കേട്ടാ. ഇങ്ങനെ ആദ്യമൊക്കെ പുഴത്തരുന്ന പറഞ്ഞത്. ചക്കര കേങ്ങിന്റെ വള്ളിയൊക്കെ ഇങ്ങനെ കണ്ടിട്ട് എന്തുമാ അത് മുറിച്ച് ഇങ്ങനെ കുത്തിയാലേ ഉണ്ടാവുള്ളൂ. ആദ്യമൊക്കെ കിണറിൽ നിന്നൊക്കെ വെള്ളം മുക്കിയിട്ടാണ് ഉണ്ടാക്കിയതല്ലേ മാ? അതാണ് കേട്ടത്. എന്താണ് മമ്മ പറഞ്ഞു? കെന്റി നോക്കട്ടെ. നല്ല മീൻ കാണിച്ചു തരാം. ഇല്ല, നല്ല മീൻ ഇവിടെ. ഇതാട്ടോ എത്ര നല്ല വെള്ളം കിട്ടാ. നല്ല വെള്ളത്തിനൊന്നും ബുദ്ധിമുട്ടില്ല കേട്ടോ. ഇവിടെ നല്ല വെള്ളമൊക്കെയാണ്. ഇത്ര ആണോ കേട്ടാ. എത്ര റിങ്ങാണ്? 1 2 3 4 5 6 വട്ടത്തീരാണ് ഇവിടുത്തെ കിണർ. ഇങ്ങനെ കേട്ടാ. ഞങ്ങളവിടെയൊക്കെ തിരൂരൊക്കെ നല്ല ആളാണ് കിണർ. ഞങ്ങൾ കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ അവിടുത്തെ കിണറൊക്കെ ഭയങ്കര അത്ഭുതമായിരുന്നു കേട്ടാ. അതിൽ നിന്ന് ഞങ്ങൾ വെള്ളം കോരിന്നൊക്കെ. അന്നൊക്കെ ആ വലിയ കിണറ്റിൽ നിന്ന് വേണം വെള്ളം കോരാൻ വേണ്ടിയിട്ട്. അപ്പം നല്ല പാടായിരുന്നു. പൂവ്. ഇത് മുളക് ഉണ്ടാക്കിയിരുന്നു മമ്മ. ഇത് മറ്റേ പൊരിക്കണ മുളകല്ലേ അമ്മ? ഉമ്മമ്മ ഉണ്ടാക്കിയതാണ് പൊരിക്കണ മുളക്. ഇതിമ്മ ഉണ്ടായിട്ടില്ല. ശരിക്കും ഇവിടെ വന്നാലാണ് ഇങ്ങനത്തെ പുറത്തേക്കുള്ള ഇതേപോലത്തെ ഒരു കാഴ്ചകളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലൊക്കെ ഒരു സമാധാനം കിട്ടുക. അപ്പോൾ ഇവിടെയൊക്കെ മുളകുണ്ട് കിട്ടുക. മുളക് ഇത് മമ്മ ചെയ്യുന്നത് അതൊക്കെ. അതേപോലെ തന്നെ നല്ല മാങ്ങയും ചക്കയും ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. പുറത്തിങ്ങനെ ഇറങ്ങി നിൽക്കുമ്പോഴൊക്കെ. അതേപോലെ വലിയ വേപ്പുമരം ഉണ്ടായിരുന്നു കേട്ടോ. അതിവിടെ ഉണങ്ങിയതാണ്. വേപ്പിൻ്റെ ഇല. വേപ്പിൻ്റെ ഇല മരം അങ്ങനെയാ പറഞ്ഞത്. ഇത് നാരങ്ങത്തായി. പിന്നെ ഇത് ചക്കപ്പഴം ഉണ്ടായിരുന്നമ്മ തന്നെ. ചക്കപ്പഴം ഇതൊക്കെ ഇവിടെ ഇപ്പം അടുത്ത് വെച്ച് പിടിപ്പിച്ചാണ് കേട്ടാ. താത്ത കണ്ട് വീട് മാറിയിട്ട് ഒരു 11 വർഷം അല്ലേ മാ? 11 കൊല്ലമൊക്കെ അല്ലേ? ഇത് റൂബിക്കാണ് കേട്ടാ. റൂബിക്ക. അതിൻ്റെ കായ എങ്ങനെയാണെന്നൊക്കെ അറിയില്ല. എങ്ങനെയാണെന്നമ്മ റൂബിക്ക? ഇമ്മ പറഞ്ഞ അതിൻ്റെ മരമാണെന്ന്.
പക്ഷെ വലിയ മരമായിരുന്നിട്ട് അതിമ ഉണ്ടായിട്ടൊന്നുമില്ല. പക്ഷെ വെട്ടിക്കണ്. ആ ഇവിടെ പൂട്ടിക്കണ്. ആ അതല്ലേ അത് ഗ്യാസിന്റെ കുറ്റി പുറത്തേക്ക് വെച്ചതാണ്. അതാണ് അവന്. വാ വാ ഞാൻ കണ്ടാ. ആ എന്ത് ഇനി എന്താ പേരക്ക. ആ അത് പിന്നെ എവിടെ പേരക്ക. ആ പേരക്ക 3 അല്ലേ. ആ നല്ല വലുതാവട്ടാ പേരക്ക. പേരക്ക നല്ല വലുതാവട്ടെ. ഇത് പേരക്ക തൈയാണ് ഇത് അല്ലേ. ഇവിടെ അല്ലേ. ആ അതിന് പറഞ്ഞ മച്ചി. ഇത് ആര്യവേപ്പിൻ്റെ ഇല എത്തണില്ല മച്ചിക്ക്. ഇത് ആര്യവേപ്പിൻ്റെ ഇല. അപ്പോൾ ഇതൊക്കെ ചെടി ഇവിടെ വെച്ചത്. ഇത് അന്ന് വെച്ച ചെടികളാണ് കേട്ടാ. ഞാൻ കുറേ മുന്നേ ഞാൻ ഈ ചെടി വെക്കുന്ന വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് മുന്നേ. ആ അതൊക്കെ നല്ല അടിപൊളിയിൽ വലുതായിട്ടുണ്ട്. എവിടെ. ആ ഉള്ളിലല്ലേ ചെടികളൊക്കെ ഉണ്ട്. ഇനി എന്താ എന്താ കാണുന്നത്. എന്ത് ഇത് മുല്ലപ്പൂവിന്റെ. ആ ഇതിമ്മ എപ്പോഴും ഉണ്ടാവും കേട്ടാ. അപ്പൊ ചാമ്പൊക്കെ പൊട്ടിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇത്ര ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവര് തിന്നാനും കൂടെ പോവാണ്. തിന്നണത് എങ്ങനെയാണ് നിങ്ങള്. മൂവാണ്ടനല്ലേ മൂവാണ്ട് മാങ്ങ. ഇത് ഉപ്പും മുളകൊക്കെ ഇട്ടിട്ട് പണ്ടൊക്കെ ഈ മാങ്ങ തുണിയിൽ മതി ഫോണുമൊക്കെ വെള്ളിട്ടു. അതാ കാണിച്ചു കൊടുക്ക്. പണ്ടൊക്കെ നമ്മളാവണ സമയത്തൊക്കെ മദ്രസിലൊക്കെ പോകുമ്പോൾ ഈ മാങ്ങ കുറച്ച് ഉപ്പാണ്ട് കൊണ്ടുപോകും. എന്നിട്ട് മാങ്ങ പൊട്ടിക്കുക പെറുക്കുക അതിൽ ചെയ്യും. എന്നിട്ട് ഈ തട്ടത്തിൽ ഉപ്പിട്ട് കണ്ട് ഒരു അടിയുണ്ട്. മത്തിമലൊക്കെ വെച്ചിട്ട് അടിച്ചിട്ടുണ്ട്. എല്ലാവരും കൂടെ തിന്നലെന്നാണ്. ഇപ്പം നമ്മൾ എത്ര ഇത് ഉപ്പ് കൂട്ടി തിന്നാലും ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടൂല. ഇപ്പം തിന്നാനും വയ്യ. ഇപ്പോൾ ഈ മാങ്ങ കാണുമ്പോൾ പറയും പല്ല് പിടിക്കുന്നുണ്ട് അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ട്. അന്ന് മുളകും ഉപ്പൊക്കെ കുഴച്ച് തിന്നുമ്പോഴും തിന്നുമ്പോഴൊന്നും അങ്ങനത്തെ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ ടേസ്റ്റ് ഒരു വേറെ തന്നെയാണ്. ഇവിടെ രണ്ടാളും ഇതിൻ്റെ ചെറുക്കിട്ടാ ഞാൻ പറഞ്ഞത് കേട്ടിട്ട് പോത്തതാ. അപ്പോൾ ഇത് ഉപ്പിലിടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോസ് കാണുന്ന എല്ലാവരും ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവരും നിങ്ങളും സപ്പോർട്ട് ചെയ്യിട്ടാ. ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.